ഡിയർ സ്റ്റുഡൻസ്, ഓസിലേഷനിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓസിലേഷനിലെ രണ്ടാമത്തെ സെക്ഷനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സിമ്പിൾ ഹാർമോണിക് മോഷനും യൂണിഫോം സർക്കുലർ മോഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പരിശോധിക്കുകയാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സർക്കുലർ മോഷൻ എപ്പോഴാണ് യൂണിഫോം ആവുക എന്ന് നമുക്കറിയാം. കറങ്ങുന്ന വെലോസിറ്റിയുടെ പേരെന്താണ്? ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിയുടെ വില കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ സർക്കുലർ മോഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോം സർക്കുലർ മോഷൻ. ഒരേ സ്പീഡിൽ ഓബ്ജക്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം സർക്കുലർ മോഷൻ. ശരിയാണല്ലോ? അങ്ങനെയെങ്കിൽ യൂണിഫോം സർക്കുലർ മോഷനിലെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് തീറ്റ ബൈ ടി ആണ്. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു ഒമേഗ ടി ആയി കറങ്ങുന്ന ആംഗിൾ. ഞാൻ പി എന്ന് പറയുന്ന ഒരു ഓബ്ജക്റ്റിന് എടുത്തിരിക്കുകയാണ്. യൂണിഫോം സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു പാർട്ടിക്കിൾ ആണ്. ആ പാർട്ടിക്കിളിലേക്ക് സർക്കിളിന്റെ സെന്ററിൽ അകലമായിട്ട് കൊടുത്തിരിക്കുന്നത് എ എന്നാണ്, റേഡിയസ് ആണ്. ആ ഓബ്ജക്റ്റ് അറ്റ് ടി ഈക്വൽ ടു 0 തുടങ്ങുന്ന സമയത്ത് ഒരു നിശ്ചിത ആംഗിൾ കയറിയിട്ടാണ് എക്സ് ആക്സിസിൽ നിന്ന് നിൽക്കുന്നത്. ആ ആംഗിളിൽ ഞാൻ ഫൈ എന്നുള്ള സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫൈ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ ഫേസ്. അതിനുശേഷം അത് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ചെറിയ സമയം കൊണ്ട് പിയിലുണ്ടായിരുന്ന ഓബ്ജക്ട് പുതിയൊരു സ്ഥലത്തേക്ക് എത്തി. അപ്പൊ ക്രിയേറ്റ് ചെയ്ത ആംഗിൾ ആണ് തീറ്റ. തീറ്റ സ്വാഭാവികമായിട്ട് എന്തിന് ഈക്വൽ ആയിരിക്കും? ഒമേഗ ടി ആയിരിക്കും. അതുകൊണ്ട് എക്സ് ആക്സുമായി മൊത്തത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ പ്ലസ് ഫൈ ആയിരിക്കും. ദാറ്റ് മീൻസ് ഒമേഗ ടി പ്ലസ് ഫൈ ആയിരിക്കും. ഇങ്ങനെ ഓബ്ജക്റ്റ് ഒരേ സ്പീഡിൽ ഈ കറങ്ങുന്ന സർക്കുലർ പാതയിലൂടെ കറങ്ങിക്കൊണ്ടിരുന്നാൽ ആ ചലനത്തെ നിങ്ങൾക്ക് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിളിക്കാം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഓബ്ജക്റ്റിന്റെ എക്സിലേക്കും വൈയിലേക്കുമുള്ള പ്രൊജക്ഷൻസ് എന്താണെന്ന് നോക്കിയാൽ, എ റേഡിയസ് ഉള്ള ഓബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന വെക്ടറിന്റെ എക്സിലേക്കുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആയിരിക്കും. വൈയിലേക്കുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് y is equal to a sin omega t plus phi ആയിരിക്കും. നോക്കൂ, cos omega t plus phi, sin omega t plus phi എന്ന് പറയുന്ന വിലകൾ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഡയാമീറ്ററിലൂടെ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എക്സും വൈയും ചേഞ്ചിന് വിധേയമാണ്. കോസ് ഫംഗ്ഷനോ സൈൻ ഫംഗ്ഷനോ വരുന്ന ഈ രൂപത്തിൽ വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും എന്താവണം? അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കണം. That means in a uniform circular motion, the projections along the x and y directions executing simple harmonic motion. ആണല്ലോ, ഒരു യൂണിഫോം സർക്കുലർ മോഷനിലെ എക്സ് വൈ ഡയറക്ഷനിലേക്കുള്ള ഓബ്ജക്റ്റിന്റെ പ്രൊജക്ഷൻസ് ഏത് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും? സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കും. ചിലർ SHM തിരിച്ച് ഇങ്ങനെയും പറയാറുണ്ട് കേട്ടോ. The motion executed by projections of a uniform circular motion is called simple harmonic motion. What is the equation of displacement? X displacement is a cos omega t plus phi. Y displacement is a sin omega t plus phi. There phi is the initial angle. തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ആംഗിൾ ഉണ്ട് അതിന്. അതേസമയം ഓബ്ജക്റ്റ് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഫൈ 0 ആണ് കേട്ടോ. തുടക്കത്തിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ എപ്പോക്ക്. ഇനീഷ്യൽ ഫേസ് ഇല്ലെങ്കിൽ ഇത് എന്തുമാത്രമായിട്ട് ചുരുങ്ങും? ഇത് ഒമേഗ ടി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. തീറ്റ ഈക്വൽ ടു ഒമേഗ ടി. ഇനീഷ്യൽ ഫേസ് ഉള്ളത് കൊണ്ടാണ് ഇക്വേഷനിലേക്ക് വന്നത്. ഈ യൂണിഫോം സർക്കുലർ മോഷനിൽ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ഈ SHM നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ കണ്ടുവെക്കാം, വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കണ്ടുവെക്കാം. അത് കഴിഞ്ഞ് ആക്സിലറേഷൻ കഴിഞ്ഞ് ഫോഴ്സ് കഴിഞ്ഞ് നമ്മളെ സംബന്ധിച്ച് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി. ഒറ്റ ഫ്ലോയിൽ ഈ പറയുന്ന ടോപ്പിക് എനിക്ക് തീർക്കാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ഒന്നാമത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ആളാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ SHM.
എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റ്? എക്സ് ഉണ്ട് വൈ ഉണ്ട് കേട്ടോ, രണ്ടും SHM വരുന്ന തന്നെ. എക്സ് ആണ് വരുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഒമേഗ ടി പ്ലസ് 5 ഫേസ് ആണ്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ തീരുമാനിക്കുന്ന ആംഗിൾ ആണ് ഫേസ്. ഇതിനെ വിളിക്കുക എപ്പോക്ക് ഓർ ഇനീഷ്യൽ ഫേസ്. ഒമേഗ ടി ഫേസ് ആണ്, ടി ടൈം ആണ്, ഒമേഗ ആംഗുലർ വെലോസിറ്റി. വേറെ എ ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഇൻ SHM. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ആണെന്ന് കണ്ടോക്കാം, വെലോസിറ്റി ഇൻ SHM. എന്താ വെലോസിറ്റിയുടെ ഇക്വേഷൻ? വെലോസിറ്റി v ഈക്വൽ ടു dx ബൈ dt ആണ്. ഡിസ്പ്ലേസ്മെന്റിന് സമയത്തിനനുസരിച്ചുള്ള മാറ്റം കണ്ടാൽ വെലോസിറ്റി ആയി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് ടൈം. യു ഗെറ്റ് d by dt of a cos omega t plus 5. ഇതിൽ എ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വാല്യൂ, അത് കോൺസ്റ്റന്റ് അങ്ങോട്ട് മാറ്റിയിടും. സോ യു ഗെറ്റ് എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് 5. കോസ് ഒമേഗ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത് മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് 5 ഇൻറ്റു 5 കോൺസ്റ്റന്റ് ഡിഫറൻഷ്യൽ, അത് പോയി. ഒമേഗ ടിയിലെ ഡിഫറൻസിയേഷൻ നടത്തിയാൽ ഒരാൾ ബാക്കി വരും, അത് ഒമേഗയാണ്. സോ ദിസ് ഈസ് ദ ആൻസർ, മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇതില് സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് പോലെയാണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. അപ്പൊ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഇവിടെ ഒമേഗ ടി പ്ലസ് 5 ആയതുകൊണ്ട് സൈൻ ഒമേഗ ടി പ്ലസ് 5 എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, മൈനസ് ഒമേഗ എ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് പോലെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇതിൽ എ ആംപ്ലിറ്റ്യൂഡാ, അത് റൂട്ടിന്റെ ഉള്ളിലേക്ക് കയറിയാൽ സ്ക്വയർ രൂപത്തിലാണ് വരിക. ഞാൻ റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ സ്ക്വയർ പോയിണ്ടാവും, റൂട്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ സ്ക്വയർ വന്നിട്ടുണ്ടാവും. അപ്പൊ എ റൂട്ടിന്റെ ഉള്ളിലേക്ക് കയറിയാൽ ആദ്യം ഇയാളെ ഗുണിക്കണം. അപ്പൊ വരുന്ന ടേം ദാറ്റ് ഈക്വൽ ടു v equal to minus omega into root of a square. a into 1 ഉള്ളിലേക്ക് കയറിയപ്പോൾ സ്ക്വയർ വന്നു, a square minus a square cos square omega t plus 5. What is a cos omega t? a cos omega t x ആയിരുന്നു, നേരത്തെ എഴുതി വെച്ചില്ല. അപ്പൊ a square cos square omega t എന്തായിരിക്കും? അത് x square ആയിരിക്കും. So you get equation of velocity v is equal to minus omega into root of a square minus x square. This is the expression of velocity. Minus omega into root of a square minus x square. ഇത് എപ്പോഴാ മാക്സിമം ആവുക? മാക്സിമം ആവണമെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ആള് മാക്സിമം ആണ്. ഇതിന്റെ ഉള്ളിലുള്ള ആൾ എപ്പോഴാ മാക്സിമം ആവുക? എക്സ് കുറയ്ക്കുന്ന സംഖ്യ 0 ആയി പോയാണ്. അപ്പൊ എക്സ് ഈക്വൽ ടു 0 എന്ന പൊസിഷനിൽ നമ്മൾ ഒരു സിമ്പിൾ പെൻഡിലാണെങ്കിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ വന്ന് നിൽക്കുന്നത്. ഒരു വലിച്ചു വിട്ട സ്പ്രിംഗ് ആണെങ്കിൽ റെസ്റ്റിൽ നിൽക്കുന്ന പൊസിഷനിൽ എക്സ് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അപ്പൊ ഇത് 0. അപ്പൊ റൂട്ട് എ സ്ക്വയർ മാത്രമായി. റൂട്ട് എ സ്ക്വയർ എന്താ? എ ആണ്. അതുകൊണ്ട് മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് വി മാക്സിമം എന്ന് പറയുന്നത് മൈനസ് എ ഒമേഗയാണ്. അത് എവിടെയാണ് നടക്കുക? ഇക്വിലിബ്രിയം പൊസിഷനിൽ. അപ്പൊ ഒരു സ്പ്രിംഗ് വലിച്ചു വിട്ടാൽ ഏറ്റവും വലിയ സ്പീഡിലൂടെ ഏതിലൂടെയാണ് കടന്നു പോവുക? അത് റെസ്റ്റിൽ നിൽക്കുന്ന പൊസിഷനിൽ ഇക്വിലിബ്രിയത്തിലൂടെ കടന്നു പോയിണ്ടായിരിക്കും. ഒരു പെൻഡുലം വലിച്ചു വിട്ടാൽ ഏറ്റവും വലിയ സ്പീഡിൽ കടന്നു പോവുക അത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന പൊസിഷനിലൂടെയാണ്. അവിടെയാണ് വെലോസിറ്റി മാക്സിമം. അപ്പൊ എവിടെയായിരിക്കും വെലോസിറ്റി മിനിമം? വെലോസിറ്റി മിനിമത്തിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള ആള് ഏറ്റവും ചെറിയ വിലയിലേക്ക് പോകണം. ഇതിന്റെ ഉള്ളിലെ ആളെ ഏറ്റവും ചെറിയ വിലയിലേക്ക് എപ്പോഴാ പോവാ? എ സ്ക്വയർ എന്ന് കുറയ്ക്കുന്ന സംഖ്യ ഈ എ സ്ക്വയറിന്റെ അതേ വിലയിലേക്ക് വരണം. അതിന്റെ അർത്ഥം എക്സിന്റെ വില ഏറ്റവും വലുത് ആംപ്ലിറ്റ്യൂഡാ. അപ്പൊ എക്സിന്റെ വില എ ആയാൽ ഇവിടെ എന്ത് വരും? എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്തായി? 0. സോ യു ഗെറ്റ് വി മിനിമം ഈസ് ഈക്വൽ ടു 0. ഞാനൊന്ന് പറഞ്ഞു മാത്രം, എപ്പോഴാണ് മാക്സിമം ആവുക, എപ്പോഴാണ് മിനിമം ആവുക.
നിങ്ങൾക്ക് രണ്ടാളെ വേണ്ടുള്ളൂ. ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് ആദ്യം പറഞ്ഞു കഴിഞ്ഞു, x is equal to a cos omega t plus phi. പിന്നെ ഒന്ന് വെലോസിറ്റി കിട്ടുന്ന സ്റ്റെപ്പുകൾ നോക്കുക. വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇതാണ് നമുക്ക് കയ്യിലുള്ളത്. ഇതിനെയാണ് അടുത്ത ഡിഫറൻസിയേഷന് പോവാം. അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് v സമം മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പൊ വെലോസിറ്റി ആയി, ഡിസ്പ്ലേസ്മെന്റ് ആയി. ഇനി അടുത്തത് ഞാൻ ആക്സിലറേഷൻ ആണ്. അടുത്തതായി നോക്കാം ആക്സിലറേഷൻ ഇൻ SHM. എന്താണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ടൈം. സോ ഐ ക്യാൻ റൈറ്റ് a equal to dv by dt. That is equal to d by dt of velocity. വെലോസിറ്റിയുടെ സൈൻ ഫോമിലുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ്. ശരിയല്ലേ? അതിലെ എ ഒമേഗ കോൺസ്റ്റന്റാ. അപ്പൊ അതിനങ്ങോട്ട് മാറ്റിയിട്ടു. ബാക്കി വരുന്ന ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി പ്ലസ് 5. ഡി ബൈ ഡി ടി ഓഫ് സൈൻ തീറ്റ എന്താ വരിക? കോസ് തീറ്റയാണ്. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടിയുടെ ഡിഫറൻഷിയേഷൻ എന്താ വരുന്നത്? ഇറ്റ് വിൽ ബി കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടിയുടെ ഡിഫറൻഷിയേഷൻ. അപ്പൊ ടൈം പോയി, ബാക്കി ഒമേഗ ഉണ്ടാവും. സോ ദ ആൻസർ ബിക്കംസ് മൈനസ് ഒമേഗ എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി ഈസ് cos omega t into omega plus 5 into omega. That is equal to minus omega square omega into omega. A cos omega t plus 5. What is A cos omega t plus 5? A cos omega t plus 5 is the x. So acceleration equal to minus omega square x. അപ്പൊ SHM എന്തുമായി? ആക്സിലറേഷനും ആയി. നോക്കി, ആക്സിലറേഷൻ എപ്പോഴാ മാക്സിമം എപ്പോഴാ മിനിമം ആവുന്നതെന്ന് പറയാം. എ മാക്സിമം ആവണമെങ്കിൽ എക്സ് മാക്സിമം ആവണം. ശരിയല്ലേ? എക്സ് മാക്സിമം ആവാന്ന് പറഞ്ഞാൽ എ മാക്സിമം ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എ ആണ് വരിക. ദാറ്റ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു എ. മാക്സിമത്തിലേക്ക് എക്സ് പോയാൽ ആക്സിലറേഷൻ മാക്സിമം. ടോപ്പ് പോയിന്റിൽ സിമ്പിൾ പെൻ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് പോയിന്റിലാണ് ആക്സിലറേഷൻ മാക്സിമം. x is equal to 0 വന്നാൽ a എന്തിലേക്ക് പോയി? a മിനിമത്തിലേക്ക് പോയി. This value becomes 0. നോർത്ത് വയ്ക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എപ്പോൾ ആക്സിലറേഷൻ മാക്സിമം ആവണോ, എപ്പോൾ ആക്സിലറേഷൻ മിനിമം ആവണം. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ആയി, വെലോസിറ്റി ആയി, ആക്സിലറേഷൻ. ഇനി നമുക്ക് ഫോഴ്സ് പറയാം. ആക്സിലറേഷൻ കിട്ടിയ സ്ഥിതിക്ക് ഫോഴ്സ് F is equal to ma. What is force in SHM? This is the force. M into minus adaditu omega square x. This is the equation of force. There is a negative sign. That means that force is restoring force. Velocity, displacement, velocity, acceleration, force in simple harmonic motion. അടുത്തതായി നമുക്ക് അതിന്റെ കൈനറ്റിക് എനർജി കാണാം. നമുക്ക് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ഒന്ന് നോക്കാം. അടുത്തത് kinetic energy in simple harmonic motion. What is the equation of kinetic energy? Kinetic energy is equal to half mv square. Velocity എന്താണെന്ന് അറിയാം? v is equal to നിങ്ങൾ എഴുതി വെച്ചില്ല മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ kinetic energy is equal to half m into square. Squaring this term you get minus get cancel, become positive. M omega square root of a square minus x square. ആര് പോയിണ്ടാവും? റൂട്ട് പോയിണ്ടാവും. ബാക്കി വരുന്നത് a square minus x square is the kinetic energy. എവിടെ മാക്സിമം ആവും, എവിടെ മിനിമം ആവും? നിങ്ങൾക്ക് പറയാം. വെലോസിറ്റി എവിടെ മാക്സിമം ആവുന്നുവോ അവിടെ കൈനറ്റിക് എനർജി മാക്സിമം ആവും. അതേ ആളന്നെ ഇവിടെ വന്നിട്ടുള്ളത്. വെലോസിറ്റി എവിടെ മിനിമം ആവുന്നുവോ അവിടെ തന്നെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? മിനിമം ആവും. ഇപ്പൊ എവിടെ മാക്സിമം വരിക? ഇക്വിലിബ്രിയം പൊസിഷനിലാണ് കൈനറ്റിക് എനർജി മാക്സിമം വരിക. മനസ്സിലായല്ലോ? ടോപ്പ് പൊസിഷനിൽ, ഞാൻ സിമ്പിൾ പിന്നത്തിന്റെ ഓസിലേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ടോപ്പ് പൊസിഷനിൽ വെലോസിറ്റി ഇല്ല, കൈനറ്റിക് എനർജിയും ഇല്ല. എക്സ്ട്രീം പൊസിഷനിൽ kinetic energy 0, equilibrium പൊസിഷനിൽ kinetic energy maximum. ഓക്കെ അല്ലോ? ഇത് മനസ്സിൽ വെക്കണം. ഒരു ഗ്രാഫ് വരയ്ക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പൊട്ടൻഷ്യൽ എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു
വർക്ക് ഡൺ എന്നാണ് പറയുന്നത്. എനർജി സ്റ്റോർഡ്. വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്താ? വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എക്സ്. എവിടുന്ന് ഏത് വരെ എന്നൊക്കെ പറയാറുണ്ട്. ലിമിറ്റുള്ള ഇന്റഗ്രേഷൻ തുടങ്ങി ഇക്വിലിബ്രിയം പൊസിഷൻ മുതൽ മാക്സിമം പോയിന്റ് വരെ 0 to x. That equal to integral 0 to x. What is x? F is equal to m omega square x. നേരത്തെ കണ്ടതാ ഫോഴ്സിന്റെ ഇക്വേഷൻ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്. എന്താ നെഗറ്റീവ് സൈൻ കൊണ്ട് ഉദ്ദേശിച്ചത്? ഇറ്റ് ഈസ് ടുവേർഡ്സ് ഇക്വിലിബ്രിയം. അപ്പൊ അത് പോയി ഉണ്ടാവില്ല. m omega square x dot dx. m omega square കോൺസ്റ്റന്റ് ആ. അപ്പൊ ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് വന്നു. ബാക്കി വരുന്നത് x dx. x dx ന്റെ ഉത്തരം x square by 2. So work W is equal to potential energy എന്ന് വിളിക്കാം equal to m omega square into x square by 2. ലിമിറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് തന്നെയാണ്. കാരണം ടോപ്പ് ലിമിറ്റ് എന്ത് തന്നെയാണ്? x തന്നെയാണ്. അപ്പൊ x square by 2. So you get potential energy U is equal to half m omega square x. This is the potential energy of simple harmonic motion. ഇപ്പൊ കൈനറ്റിക് ആയി, പൊട്ടൻഷ്യൽ ആയി. പൊട്ടൻഷ്യൽ എവിടെയൊക്കെ മാക്സിമം ആവും, എവിടെയൊക്കെ മിനിമം ആവും. ആക്സലറേഷന്റെ അതേപോലെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആക്സലറേഷൻ എവിടെ മാക്സിമം ആയോ അവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. ആക്സലറേഷൻ എവിടെ മിനിമം ആയോ അവിടെ പൊട്ടൻഷ്യൽ എനർജി മിനിമവും ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ടോട്ടൽ എനർജി കൂടി. നെക്സ്റ്റ് വൺ ഈസ് ടോട്ടൽ എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സം ഓഫ് kinetic energy and potential energy. So I can write total energy equal to kinetic energy plus potential energy. That is half m omega square s square minus x square. This is the equation of kinetic energy. Plus potential energy half m omega square x square. രണ്ടും കൂടി കൂട്ടിയാൽ ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എസ് സ്ക്വയർ ഒരു ടേം ഉണ്ടാവും. പിന്നെന്താ വരിക? മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പൊ ഈ ടേമും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എക്സിന്റെ ടേമും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയിണ്ടാവും. ബാക്കി വരുന്ന ടേം എന്ത് മാത്രമേ ഉള്ളൂ? ഹാഫ് എം ഒമേഗ സ്ക്വയർ എസ് സ്ക്വയർ. ദിസ് ഈസ് ദ ടോട്ടൽ എനർജി in simple harmonic motion. Total energy of simple harmonic motion. Half m mass constant, omega കറങ്ങുന്ന angular velocity അല്ലെങ്കിൽ angular velocity constant, a maximum displacement from the equilibrium position, it is also a constant value. That means total energy will be a constant in simple harmonic motion. Kinetic energy മാറാം, potential energy മാറാം, പക്ഷെ total energy എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇവരുടെ വേരിയേഷൻ ഒരാൾ കൂടുമ്പോൾ അടുത്ത ആൾ കുറയും. പൊട്ടൻഷ്യൽ എനർജി കൂടുന്നുണ്ടെങ്കിൽ കൈനറ്റിക് കുറയണം, എങ്കിലും ടോട്ടൽ കോൺസ്റ്റന്റ് വരും. നേരെ തിരിച്ച് സംഭവിക്കാം. അതുകൊണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ടോട്ടൽ എനർജി ഒന്ന് ഗ്രാഫായിട്ട് വരച്ചു നോക്കാം. കൂടെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടി ഒന്ന് വരച്ചു നോക്കാം. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എനർജി വേരിയേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. നോക്കാം എനർജി വേരിയേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഞാൻ ഒരു സിമ്പിൾ പെൻഡലത്തിൽ ഓസിലേഷൻ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നത് എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഒരു വലിച്ചു വിട്ട സ്പ്രിംഗ്, ഏതായാലും കുഴപ്പമില്ല. അതിൽ ഈ പൊസിഷൻ എക്സ് ആക്സിസിൽ ഞാൻ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് എടുത്തിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് ഇക്വിലിബ്രിയം പൊസിഷൻ, എക്സ് ഇസ് ഈക്വൽ ടു 0. ഇത് സ്പ്രിംഗ് ആണെങ്കിൽ വലിച്ചു പിടിച്ചിരിക്കുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അതിനെ എന്താ വിളിക്കുക? ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എന്തായി? പ്ലസ് എ എന്ന് കൊടുക്കാം, പോസിറ്റീവ് ഡയറക്ഷൻ. വൈ ആക്സിൽ എനർജിയാണ്. എനർജിയുടെ കൂടി 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 വില ഒരു മാക്സിമം വില ഞാൻ എടുത്തത്. ഇതാണ് ഏറ്റവും വലിയ എനർജി വാല്യൂ. ആ മാക്സിമം വില എത്ര എഴുതിയിട്ടുള്ളത്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എസ് സ്ക്വയർ ആണ്. ആദ്യം ടോട്ടൽ എനർജിയുടെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. ടോട്ടൽ എനർജിയുടെ 3 പൊസിഷനിലെ ഗ്രാഫാണ്. ഇക്വിലിബ്രിയം പൊസിഷൻ, സിമ്പിൾ പെനിലാണെങ്കിൽ തൂക്കിയിട്ടിരിക്കുന്ന പൊസിഷൻ, പ്ലസ് മാക്സിമം പൊസിഷൻ, മൈനസ് മാക്സിമം പൊസിഷൻ. കാരണം ഇക്വിലിബ്രിയത്തിന്റെ ഒരു സൈഡിലേക്ക് പ്ലസ് ആണെങ്കിൽ അപ്പർ സൈഡിലേക്ക് മാക്സിമം. അപ്പൊ മാക്സിമം ഡിസ്റ്റൻസ് പോസിറ്റീവ് ഡയറക്ഷൻ എത്തിയാൽ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ഡയറക്ഷനിൽ എത്തിയാൽ ടോട്ടൽ എനർജിയുടെ വില എന്ത് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പൊസിഷൻ എടുക്കും.
ഇക്വിലിബ്രിയം പൊസിഷനിൽ x is equal to 0 ആണെങ്കിൽ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്താ ഹാഫ് m ഒമേഗ സ്ക്വയർ a സ്ക്വയർ ആണ്. ഇതിൽ x ഉണ്ടോ? ഇല്ല. At equilibrium position, total energy is a constant. Its value is half m omega square a square. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ വില വരേണ്ടത് ഇവിടെയാണ് ഒരു പോയിന്റ്. ഇനി മാക്സിമം പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പിടിച്ചാൽ at x is equal to a. At x is equal to a വന്നാലും ടോട്ടൽ എനർജിയിൽ x എന്നുള്ള ടേം ഇല്ലാത്തതുകൊണ്ട് ടോട്ടൽ എനർജിയുടെ വില എന്ത് തന്നെയാണ് ഹാഫ് m ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പൊ x is equal to a യിൽ ടോട്ടൽ എനർജി എത്രയാ ഹാഫ് m ഒമേഗ സ്ക്വയർ. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് നേരെ ഇവിടെ ഒരു പോയിന്റ് വരും. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിലെ x is equal to മൈനസ് എ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വന്നാൽ അപ്പോഴും ടോട്ടൽ എനർജി എത്ര തന്നെയാണ് ഹാഫ് m ഒമേഗ സ്ക്വയർ a സ്ക്വയർ. അപ്പൊ ഇത് x is equal to മൈനസ് എ ടോട്ടൽ എനർജി ഇതിന് കറസ്പോണ്ടിങ് ആയ പോയിന്റ് ഇതിന് കറസ്പോണ്ടിങ് ആയ പോയിന്റ് ഇവിടെ. സോ ദിസ് ഈസ് ദ ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി ഗ്രാഫ് എന്തായി? യു ഗെറ്റ് ടോട്ടൽ എനർജി ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇതാണ് ടോട്ടൽ എനർജി ഗ്രാഫ്. ശരിയല്ലോ? ഇനി അടുത്തതായിട്ട് കൈനറ്റിക് എനർജി നോക്കാം. കൈനറ്റിക് എനർജി is equal to half m omega square into a square minus x square. അപ്പൊ at x is equal to 0 equilibrium position. Equilibrium position x 0 ആയാൽ ഈ ടേം 0 ആയി പോയി. ബാക്കിയുള്ളത് half m omega square a square. ഇതാ എടുക്കുന്നു half m omega square x square. അപ്പൊ മാക്സിമം എനർജിയാണ് equilibrium position. This is the point. At x is equal to plus a. x ന് a വന്നാൽ ഇവിടെ a സ്ക്വയർ എന്ന് വരും. a സ്ക്വയർ മൈനസ് a സ്ക്വയർ എന്തായി 0. അതുകൊണ്ട് ഈ ടേം മൊത്തം 0 ആയി പോയിട്ടാണ്. അപ്പൊ at x is equal to a kinetic energy is 0. അപ്പൊ പോയിന്റ് പോണോ നോക്കിയുള്ളൂ. at x is equal to a, what is the value of kinetic energy? 0. This is a 0 value. So this is the point. At x is equal to minus a. അപ്പൊ നമ്മുടെ മൈനസ് എ എക്സിന് കൊടുക്കണം. മൈനസ് എക്ക് എന്തുണ്ട്? സ്ക്വയർ ഉണ്ട്. അപ്പൊ മൈനസ് എ എന്നുള്ളത് എന്തായി മാറി? പ്ലസ് എ സ്ക്വയർ ആയി മാറി. വീണ്ടും എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്തായി? 0. ഇത് 0 ആണെങ്കിൽ മൊത്തം എന്തായി? 0. അപ്പൊ at x is equal to minus a, again kinetic energy will become 0. So that point will be here. x മൈനസ് എ ആയാൽ എനർജിയുടെ വില 0 വരണമെങ്കിൽ ഇവിടെയാണ് പോയിന്റ്. ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് ഇവിടെ. ഇവ തമ്മിൽ ചേർത്ത് വരച്ചാൽ this is the graph. ഏതിന്റെ ഗ്രാഫ് അത്? കൈനറ്റിക് എനർജി. ഓക്കേ ആയോ? ഇനി അടുത്തത് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ വില എന്താ? ഹാഫ് m ഒമേഗ സ്ക്വയർ x സ്ക്വയർ. എപ്പോഴാ മാക്സിമം എപ്പോഴാ മിനിമം നോക്കുള്ളൂ. at x is equal to 0. x 0 ആയി കഴിഞ്ഞാൽ ഇയാൾ 0 ആയി. ഇത് മൊത്തം എന്തായി? 0. പൊട്ടൻഷ്യൽ എനർജി 0 ആണ് ഇക്വിലിബ്രിയം പൊസിഷനിൽ. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഇവിടെ എനർജിയുടെ വില 0 x 0. അടുത്ത at x is equal to a. x is equal to a ആണെങ്കിൽ ഇവിടെ x സ്ക്വയറിന് പകരം എന്ത് വന്നു? a സ്ക്വയർ ഹാഫ് m ഒമേഗ സ്ക്വയർ a സ്ക്വയർ. മാക്സിമം പൊട്ടൻഷ്യൽ എനർജിക്ക് എന്തായി മാറി? മാക്സിമം ആയിട്ട് മാറി. ഹാഫ് m ഒമേഗ സ്ക്വയർ a സ്ക്വയർ. ഇതാ എടുക്കുന്ന എനർജി എവിടെയാ സംഭവിച്ചത്? x is equal to a. അപ്പൊ ഇവിടെ മാക്സിമം എനർജി. സോ എനർജി വിൽ ബി മാക്സിമം. ദിസ് ഈസ് ദ പോയിന്റ്. ഓക്കെ അല്ലേ? അടുത്തത് x is equal to മൈനസ് എ. ഇവിടെ മൈനസ് എ വന്നു കഴിഞ്ഞാൽ മൈനസ് എയുടെ സ്ക്വയർ വന്നു. മൈനസ് എയുടെ സ്ക്വയർ വീണ്ടും എന്തായി? എ സ്ക്വയർ. ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജി is equal to half m ഒമേഗ സ്ക്വയർ a സ്ക്വയർ. അപ്പൊ എക്സിന് പ്ലസ് എ വന്നാലും എക്സിന് മൈനസ് എ വന്നാലും പൊട്ടൻഷ്യൽ എനർജി എന്താണ്? മാക്സിമം ആണ്. അപ്പൊ എക്സ് മൈനസ് എ വരുമ്പോ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എവിടെയാണ് പോയിന്റ്? കാരണം ഇതാണ് വില. സോ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് ഇവിടെ. നേരെ അത് ഒരു ഇൻവേർട്ടഡ് പരാബോള ആയിട്ട് മാറും. കണ്ടോ? ദിസ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ 3 ഗ്രാഫുകളും കൂടി ഒരുമിച്ച് വരച്ചിരിക്കുകയാണ്. ടോട്ടൽ എനർജി സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആക്സിസ്. ഇൻവേർട്ടഡ് പരാബോള
ഏത് കൈനറ്റിക് എനർജി. പരാബോള ദാറ്റ് ഓപ്പൺസ് അപ്വേർഡ് ഏതാ പൊട്ടൻഷ്യൽ എനർജി. This graph explains the variation of different types of energy, that means kinetic, potential and total, with the distance or displacement from the equilibrium position. Okay അല്ലോ. അപ്പൊ ഈ ടോപ്പിക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ആയി, വെലോസിറ്റി ആയി, ആക്സിലറേഷൻ ആയി, ഫോഴ്സ് ആയി, കൈനറ്റിക് എനർജി ആയി, പൊട്ടൻഷ്യൽ എനർജി ആയി, ടോട്ടൽ എനർജി ആയി, അതിന്റെ ഗ്രാഫ് ആയി. മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു.